Hi friends, welcome back to my War Kitchen. My elder son is a chocoholic. അതുകൊണ്ട് തന്നെ ഇന്നത്തെ റെസിപ്പി ഒരു ചോക്ലേറ്റ് ലോഡഡ് ബ്രൗണി ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 200 ഗ്രാം ചോക്ലേറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പെട്ടെന്ന് മെൽറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ വേണം. ഈ ബട്ടർ എടുക്കുന്ന സമയം തന്നെ നമുക്ക് കേക്ക് ടിന്നും പ്രിപ്പയർ ചെയ്ത് മാറ്റി വെക്കാം. ഞാൻ കേക്ക് ടിന്നിൽ പാച്ച്മെന്റ് പേപ്പർ വിരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ബട്ടർ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ചേർക്കുക. അതുപോലെ തന്നെ ബട്ടറും ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ മെൽറ്റ് ചെയ്തെടുക്കുക. ഡബിൾ ബോയിലിംഗ് മെത്തേഡിലും ചെയ്യാം കേട്ടോ. ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോൾ. എന്നിട്ട് മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് നമുക്ക് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗറും 1/2 കപ്പ് നോർമൽ ഷുഗറും എടുക്കുന്നുണ്ട്. ബ്രൗൺ ഷുഗറിൽ 1 കപ്പ് നോർമൽ ഷുഗർ എടുത്താൽ മതി. ഇതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ടെക്സ്ചർ കിട്ടുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല ഫ്ലഫി ക്രീമി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത ബട്ടർ ചോക്ലേറ്റ് മിക്സ് ഇതിൽ ആഡ് ചെയ്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് മൈദയും 1/4 കപ്പ് കൊക്കോ പൗഡറും 1/2 TSP സാൾട്ടും ചേർത്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. 1 TSP വാനില എസൻസും ചേർക്കുന്നുണ്ട്. ഇത് ബീറ്റ് ചെയ്യണമെന്നില്ല, സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്താലും മതി. ഞാനിവിടെ ബീറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ചോക്ലേറ്റ് നല്ല ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതിപോലെ 100 ഗ്രാം ചോക്ലേറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൽ ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്ത കേക്ക് ടിന്നിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ലെവൽ ചെയ്തിട്ട് നേരത്തെ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നോക്കിയാലും മതി. വോൾട്ടേജിന്റെ പ്രോബ്ലം വരുമ്പം 5 മിനിറ്റ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കാൻ പറയുന്നത്. ഇനി ഇത് നല്ലതുപോലെ ചൂടാറി കഴിയുമ്പോൾ നമുക്ക് പാച്ച്മെന്റ് പേപ്പറിൽ നിന്ന് മാറ്റിയെടുക്കാം. എന്നിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ.